NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ സ്വാമി സച്ചിദാനന്ദ. സുകുമാരൻ നായർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെന്നും താൻ പറഞ്ഞത് നാട്ടിലുണ്ടാകേണ്ട കാമ്യമായ പരിഷ്കാരത്തെക്കുറിച്ചാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഇത്തരം അഭിപ്രായം പറയാൻ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെക്കാൾ യോഗ്യൻ സന്യാസിയായ താനാണെന്നും സച്ചിദാനന്ദ പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ മേൽവസ്ത്രം പാടില്ലെന്നത് അനാചാരമെന്ന് പറഞ്ഞ സ്വാമി സച്ചിദാനന്ദയെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് സുകുമാരൻ നായരുടെ പരാമർശം. അത് അദ്ദേഹത്തിൻ്റെതായൊരു കാഴ്ചപ്പാടാണ്, അഭിപ്രായമാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു സന്യാസിയാണ്, ശിവഗിരി മഠത്തിന്റെ അധ്യക്ഷനാണ്. ശിവഗിരി മഠം ഒരു പ്രത്യേക ജാതിയുടെയോ മതത്തിന്റേതോ അല്ല. അത് ശ്രീനാരായണ ഗുരുവിന്റെ തത്വദർശനത്തെ പിന്തുടരുന്നതാണ്. അത് കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലുണ്ടാകേണ്ട കാമ്യമായ ഒരു പരിഷ്കാരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ നിലയിൽ അദ്ദേഹം NSSന്റെ മാർഗനിർദ്ദേശം നൽകുന്നു. ഞാൻ സന്യാസി എന്ന നിലയിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ സുകുമാരൻ നായരെക്കാളും കൂടുതൽ അവകാശം എനിക്കുണ്ട്. ഇല്ല, അദ്ദേഹത്തിന്റെ സംസ്കാരം അതാണ്. എനിക്ക് ആ സംസ്കാരത്തെക്കുറിച്ചൊന്നും പറയാനില്ല. അത് അദ്ദേഹത്തിന്റെ സ്വകീയമായ കാഴ്ചപ്പാട്, അത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു. എനിക്കത് റിനു ശ്രീധറും ആർ ഋഷിപാലുമുണ്ട്. വിശദാംശങ്ങളുമായി ആദ്യം റിനു ശ്രീധറിലേക്ക്. റിനു, സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് NSS ജനറൽ സെക്രട്ടറി നടത്തിയത്. ഇപ്പോൾ സച്ചിദാനന്ദയുടെ മറുപടി എന്താണ്? കഴിഞ്ഞ ദിവസത്തെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് കയറുന്നതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു അഭിപ്രായം സ്വാമി സച്ചിദാനന്ദ നടത്തിയത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം തന്നെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. അതായത് ശിവഗിരിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി സച്ചിദാനന്ദ സ്വാമികൾ മറ്റ് ഹിന്ദുക്കളുടെ മുഴുവൻ ഒരു അഭിപ്രായം പറയേണ്ട എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒപ്പം അയാൾ എന്നുൾപ്പെടെ വിളിച്ച് സച്ചിദാനന്ദ സ്വാമികളെ പരാമർശിക്കുന്ന ഒരു സാഹചര്യം ജി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒപ്പം ഏതെങ്കിലും മറ്റു മതസംഘടനകളുടെ അല്ലെങ്കിൽ മതങ്ങളുടെ കാര്യം പറയുവാൻ വേണ്ടി ഇത്തരം ഒരു അഭിപ്രായവുമായി സ്വാമി രംഗത്ത് വരുമോ എന്നതടക്കമുള്ള ഒരു കാര്യമാണ് ജി സുകുമാരൻ നായർ ചോദിച്ചത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് സച്ചിദാനന്ദ സ്വാമി അല്പസമയം മുമ്പ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. അതായത് താൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് സമൂഹത്തിൽ നടക്കേണ്ടുന്ന ഒരു പരിഷ്കാരത്തെക്കുറിച്ചാണ്, ഒരു കാമ്യമായ പരിഷ്കാരത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ്. എന്തായാലും ജി സുകുമാരൻ നായർ എന്ന് പറയുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതിനേക്കാൾ ഈ അഭിപ്രായം പറയാൻ താനാണ് യോഗ്യൻ. കാരണം താനൊരു സന്യാസിയാണ്. അതുകൊണ്ട് തന്നെ താൻ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സച്ചിദാനന്ദ സ്വാമികളുടെ ഈ ഒരു അഭിപ്രായത്തെ പിന്തുണച്ച രംഗത്ത് വന്നിരുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലടക്കം ഇത്തരമൊരു കാര്യങ്ങൾ അത് ആലോചിക്കാവുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കാര്യം. അത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് ജി സുകുമാരൻ നായർ സച്ചിദാനന്ദ സ്വാമിയുടെ ഈ ഒരു അഭിപ്രായത്തെ നിശിതമായി വിമർശിച്ച കോട്ടയത്ത് രംഗത്തെത്തിയത്. എന്നാൽ സച്ചിദാനന്ദ സ്വാമി കൃത്യമായി തന്നെ മറുപടി ജി സുകുമാരൻ നായർക്ക് നൽകിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു സംസ്കാരമാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ സംസ്കാരം, താനൊരു സന്യാസിയാണ്, ഇത്തരം കാമ്യമായിട്ടുള്ള പരിഷ്കാരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായവുമായി താൻ ഇനിയും ഈ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സച്ചിദാനന്ദ സ്വാമിയും അല്പസമയം മുമ്പ് റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞത്. തന്റെ നിലപാട് തുടരുമെന്നാണ് സച്ചിദാനന്ദ സ്വാമിയും പറഞ്ഞത്.